കൂക്കു കൂക്കു തീവണ്ടി എന്ന യാത്രാവിവരണത്തിലെ രണ്ടാം ഭാഗം നോക്കെത്താ ദൂരം. അതിലെ 10, 11 അധ്യായത്തിൻ്റെ വിശദീകരണമാണ് ഇവിടെ കൊടുക്കുന്നത്. മലേഷ്യയിലേക്ക് നടത്തിയ യാത്രാവിവരണത്തെക്കുറിച്ചാണ് ഈ ഭാഗത്ത് വിശദമാക്കുന്നത്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് മലേഷ്യയ്ക്ക് പോയ ഇന്ത്യക്കാരെ കാത്തിരുന്നത്, അവർ ഭാഗ്യം തേടിക്കൊണ്ടാണ് മലേഷ്യയ്ക്ക് പോകുന്നത്. അപ്പോൾ അവിടെ പോയപ്പോൾ വളരെ ക്ലേശകരമായിട്ടുള്ള, വളരെയധികം നീണ്ടു നിൽക്കുന്ന കടൽ യാത്രയായിരുന്നു അവർക്ക് സമ്മാനിച്ചിരുന്നത്. വന്നത് മലയ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ അവിടെ എത്തിയപ്പോൾ അവർക്ക് കിട്ടിയത് സ്വന്തം ഗ്രാമത്തിൽ സ്വപ്നം കാണാൻ പോലും കഴിയാത്ത കൂലിയും 3 നേരത്തെ ആഹാരവും മാത്രമാണ് അവർക്ക് ഇന്ത്യക്കാർക്ക് അവിടെ എത്തിയപ്പോൾ, നൂറ്റാണ്ടുകൾക്ക് മുൻപ് പോയപ്പോൾ കിട്ടിയിരുന്നത്. ഇന്ന് ഇന്ത്യക്കാരെ ആകർഷിക്കുന്നത് കോലാലംപൂരിലെ പ്രശസ്തമായിട്ടുള്ള ഷോപ്പിംഗ് മാളുകളാണ്. അപ്പോൾ മലേഷ്യയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് കാലെടുത്ത് വെക്കാൻ അവർക്ക് ഒരു നീണ്ട ഒരു വാരാന്ത്യം, പിന്നെ ഒരു വിമാന ടിക്കറ്റും മാത്രം കിട്ടിയാൽ മതി. അപ്പോൾ അവിടെയുള്ള ഒരു സ്ഥലമാണ് ക്വാൻടൻ. ക്വാൻടൻ എന്ന് പറയുന്നത് മലേഷ്യയിലെ പഹാങ് എന്ന് പറയുന്ന സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനമാണ് എന്നതിനപ്പുറത്ത് വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന ഒരു പ്രത്യേകിച്ചൊന്നും തന്നെ ഈ ക്വാൻടണിൽ കാണാൻ വേണ്ടി ഇല്ല. അപ്പം അങ്ങനെയുള്ള പ്രത്യേകിച്ച് ഒരു വിനോദസഞ്ചാര കേന്ദ്രം എന്നുള്ള രീതിയിലല്ല ക്വാൻടനെ കാണുന്നത്. എങ്കിലും ആ പ്രദേശത്ത്, ക്വാൻടൻ എന്ന് പറയുന്ന മലേഷ്യയിലെ ഒരു സംസ്ഥാനത്തിൻ്റെ, പഹാങ് എന്ന് പറയുന്ന സംസ്ഥാനത്തിൻ്റെ തലസ്ഥാന നഗരിയായിട്ടുള്ള ഈ ക്വാൻടനിൽ അവിടെ എത്തിപ്പെട്ടതിനെക്കുറിച്ചാണ് അനിതാ നായർ വിശദമാക്കുന്നത്. പലപ്പോഴും ഇവർ യാത്ര ചെയ്യുന്നത് പല നോവലുകളിലൂടെയും വായിച്ചറിഞ്ഞ സ്ഥലങ്ങളെപ്പറ്റി, അത് ആ വായനയിൽ നിന്ന് മനസ്സിലാക്കിയ ആ സ്ഥലം സന്ദർശിക്കണമെന്ന ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് പല സ്ഥലങ്ങളിലേക്ക് ഇവർ യാത്ര ചെയ്യുന്നത്. അങ്ങനെയാണ് അവർ ന്യൂ ഓർലിയൻസിൽ പോകുന്നത്. അപ്പോൾ അവിടെ റെഡ് ബട്ട്ലറും അതുപോലെ തന്നെ സ്കാർലറ്റ് ഒഹാരയും മധുവിധു ആഘോഷിച്ച ഒരു സ്ഥലമായിരുന്നു. അത് പുസ്തക വായനയിലൂടെ കിട്ടുന്ന അറിവാണ്. അപ്പോൾ ആ അറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ ഈ ന്യൂ ഓർലിയൻസിൽ പോകുന്നത്. അപ്പോൾ അതുപോലെ ആ തടിയൻ പുസ്തകത്തിൽ ബട്ട്ലറും ഓഹാരയും പൂർണ്ണവും അകളങ്കിതവുമായ ആനന്ദം അനുഭവിച്ചത് ആ ചെറിയൊരു കാലയളവിൽ മാത്രമാണ്. ഈ ന്യൂ ഓർലിയൻസിൽ മധുവിധു ആഘോഷിക്കാൻ പോയ സമയത്താണ് റെഡ് ബട്ട്ലറും സ്കാർലറ്റ് ഒഹാരയും ആനന്ദം അനുഭവിച്ചത് എന്ന് പറയുന്നുണ്ട്. അതുപോലെ വേറൊരു തവണ അവർ ലണ്ടനിലെ ചാരിങ് ക്രോസിലെ സെക്കൻഡ് ഹാൻഡ് പുസ്തക കടകളിലൂടെ ചുറ്റി നടക്കുകയുണ്ടായി. അതിന് കാരണമായി തീർന്നത് 84 ചാരിങ് ക്രോസ് എന്ന് പറയുന്ന ഒരു പുസ്തകമായിരുന്നു. ആ പുസ്തകം വായിച്ചതിൻ്റെ അറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സെക്കൻഡ് ഹാൻഡ് പുസ്തക കടകളിലൂടെ, ചാരിങ് ക്രോസിലെ സെക്കൻഡ് ഹാൻഡ് പുസ്തക കടകളിലൂടെ അവർ സഞ്ചരിക്കുന്നത്. ആ പുസ്തകം അത് തുടങ്ങുന്നത് ന്യൂയോർക്കിലെ ഹെലൻ ഹാൻഫ് ലണ്ടനിലെ 84 ചാരിങ് ക്രോസ് റോഡിലൊരു പുസ്തക കടയിലേക്ക് ഒരു സെക്കൻഡ് ഹാൻഡ് പുസ്തകം അന്വേഷിച്ചെത്തുന്ന ഒരു കത്തിലൂടെയാണ് ആ പുസ്തകം ആരംഭിക്കുന്നത്. അപ്പം അങ്ങനെയാണ് ഈ അനിതാ നായരും ഇതുപോലെ ഈ ചാരിങ് ക്രോസിലെ, ലണ്ടനിലുള്ള ചാരിങ് ക്രോസിലെ സെക്കൻഡ് ഹാൻഡ് പുസ്തക കടകളിലൂടെ സഞ്ചരിക്കാനൊരു പ്രേരണ അവർക്ക് ലഭിക്കുന്നത്. അപ്പം ഇങ്ങനെ പല സ്ഥലങ്ങളും അവർ സഞ്ചരിക്കുന്നത് ഇത്തരത്തിൽ പുസ്തക വായനയിലൂടെ കിട്ടിയ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ ആയിരുന്നു. അപ്പം അങ്ങനെയാണ് ഇവർ ഈ ക്വാൻടണിലേക്ക് എത്തിച്ചേരുന്നത്. അപ്പോൾ അതായത് നെവിൽ ഷൂട്ടിൻ്റെ എ ടൗൺ ലൈക്ക് ആലീസിൽ ജോ ഹർമാൻഡിൻ്റെ കുരിശേറ്റവും ഉയിർത്തെഴുന്നേൽപ്പുമായിരുന്നു ഈ ക്വാൻടണിലേക്ക് വരാൻ വേണ്ടിയിട്ട് അവർക്ക് പ്രചോദനമായി തീർന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് തനിക്കറിയാത്ത ഒരു അപരിചിതനായിട്ടുള്ള ഒരാളോട് ഞാൻ പറയുക എന്നാണ് അവർ ചെയ്യുന്നത്. പുസ്തക വായനയുടെ അടിസ്ഥാനത്തിലാണ് പല സ്ഥലങ്ങളും സന്ദർശിക്കുന്നത്. നേരത്തെ പറഞ്ഞു, ക്വാൻടൻ എന്ന് പറയുന്നത് ഒരു വിനോദസഞ്ചാര കേന്ദ്രം അല്ല. ഇവർക്ക് വായനയിലൂടെ കിട്ടിയ ഒരറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് സന്ദർശിക്കണമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ അവിടെ അദ്ദേഹത്തിൻ്റെ
ഈ അനിതാ നായരുടെ പിന്നെ ഡ്രൈവർ പിന്നെ അവർ പറയുന്നുണ്ട് അവിടെ കുടുംബക്കാരാരെങ്കിലും ഉണ്ടോ, സുഹൃത്തുക്കൾ ആരെങ്കിലും ഉണ്ടോ, ബിസിനസ് ലക്ഷ്യം വെച്ചുകൊണ്ടാണോ വരുന്നത് എന്നുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ അല്ല, ഞാൻ ഹോളിഡേക്ക് വന്നതാണ്, അതിന് അവധിക്കാലം ചെലവഴിക്കുന്നതിന് വേണ്ടിയിട്ട് വന്നതാണ് എന്ന് പറയുമ്പോൾ അദ്ദേഹം വല്ലാതെ അത്ഭുതം കൂറുന്നുണ്ട്. കാരണം ഒരു അവധിക്കാലം ചെലവഴിക്കാൻ എത്തുക എന്ന് പറയുന്നത്, പ്രത്യേകിച്ചും ക്വാൽട്ടണിലേക്ക്, അങ്ങനെയുള്ളവർക്ക് എന്തോ കാര്യമായ തകരാറുണ്ട് എന്ന തരത്തിലുള്ള ഒരു ഭാവമാണ് അദ്ദേഹത്തിൻ്റെ മുഖത്ത് പ്രകടമായത് എന്ന് പറയുന്നുണ്ട്. മാത്രമല്ല കാലവർഷം തുടങ്ങിയ സമയം കൂടിയായിരുന്നു അത്. ക്വാൻട്ടൺ പട്ടണത്തിൻ്റെ വടക്കു ഭാഗത്തായിട്ടാണ് ജെറാഡിൻ ബീച്ച്. അപ്പോൾ ഒരു മൊബൈൽ 4 സ്റ്റാർ റേറ്റിംഗ് ഉള്ള ഒരു വലിയൊരു ബീച്ച് സൈഡ് റിസോർട്ടിലാണ് അവരുടെ താമസം. അപ്പോൾ അത് കടലിന് അഭിമുഖമായിട്ടുള്ള മുറികളും കിടക്കകൾക്ക് മേലെ മേലാപ്പും ആകാശവും കടലും കാട്ടിത്തരുന്ന പ്ലേറ്റ് ഗ്ലാസ് ജനാലകളും മേൽത്തട്ടിൽ ക്യൂബ്ലാട്ട് സ്റ്റിക്കറുള്ള അവിടുത്തെ മുറികളിൽ ഒന്നിൽ പോലും തന്നെ ആരുണ്ടായിരുന്നില്ല, ഇന്ത്യൻ വിനോദസഞ്ചാരികൾ താമസിക്കുന്നുണ്ടായിരുന്നില്ല. മലേഷ്യ ഒരു ഇസ്ലാമിക തത്വത്തിൽ അടിത്തറ ഉറപ്പിച്ചിട്ടുള്ള ഒരു രാജ്യം ആയിരുന്നു. അവിടെ പിന്നെ സിനിമാ സൈറ്റിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള വിമാനത്താവളമുള്ള കോലാലംപൂർ, അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടങ്ങളിലൊന്നായ ഇരട്ട ഗോപുരമുള്ള പെട്രോണാസ് ടവർ, വിശാലമായ ഹൈവേ, കൂറ്റൻ മന്ദിരങ്ങൾ, ഇതൊക്കെയുള്ള ഒരു ഇസ്ലാമിക തത്വത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു രാജ്യമാണ് ഈ മലേഷ്യ. അവർ താമസിക്കുന്ന ഹോട്ടലിൻ്റെ അടുത്ത് നിന്ന് ഒരു ദീർഘനിശ്വാസത്തിൻ്റെ ദൂരം മാത്രമേ ഉള്ളൂ കടൽ തീരത്തേക്ക് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതുപോലെ ഇവർ പ്രഭാത ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയ സമയത്ത് അവർ മനസ്സിലാക്കുന്നത്, നമ്മൾ അപ്രതീക്ഷിതമായിട്ടുള്ള ഇടങ്ങളിൽ പോലും തലപൊക്കാൻ ചിലപ്പോൾ മതത്തിനൊരു പ്രത്യേക കഴിവുണ്ട് എന്ന് മനസ്സിലാക്കിയാണ്. അപ്പോൾ ആ ഭക്ഷണം എന്ന് പറയുന്നത്, പ്രഭാത ഭക്ഷണം എന്ന് പറയുന്നത് സമ്പന്നമായിരുന്നു. എന്നാൽ പന്നിയിറച്ചി മാത്രം അവിടെ കാണാനുണ്ടായിരുന്നില്ല. പന്നിയിറച്ചി കൊണ്ടുണ്ടാക്കേണ്ട ബേക്കൺ, ഹാം, സോസേജ് എല്ലാം ഉണ്ട്. പന്നിക്ക് പകരം ഉപയോഗിച്ചിരിക്കുന്നത് ബീഫ് ബേക്കൺ, ചിക്കൻ ഹാം, ചിക്കൻ സോസേജ് ഇവയൊക്കെയാണ്. അപ്പോൾ ബീഫ് ബേക്കൺ പരീക്ഷിച്ച് നോക്കിയെങ്കിലും അതത്ര നല്ലതല്ലായിരുന്നു. അതുപോലെ കുറേ ദിവസങ്ങൾക്ക് ശേഷം അവർ കോലാലംപൂരിൽ ഒരു വൻകിട മാളിൽ ഒരു ബോർഡും കാണുകയുണ്ടായി, നോൺ ഹലാൽ കാഷ്യർ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഒരു മതത്തിന് ഒരു പ്രത്യേക സാന്നിധ്യം ചില സന്ദർഭങ്ങളിൽ കാണാൻ കഴിയും എന്നുള്ളതിൻ്റെ സൂചന കൂടിയാണ് ഇത്. അപ്പോൾ ഇവിടെയുള്ള ഹോട്ടലിൽ നീന്തൽ കുളങ്ങളുണ്ട്, 2 എണ്ണമാണുള്ളത്. അപ്പോൾ അത് ഒന്ന് പിന്നെ മുസ്ലിം സ്ത്രീകൾക്ക് എല്ലാ വസ്ത്രങ്ങളും അണിഞ്ഞു കുളിക്കാനുള്ളതും, മറ്റൊന്ന് കൂടുതൽ ആഴവും വീതിയും ഉള്ളതുമാണ്. അപ്പോൾ അതിലേക്ക് ഇറങ്ങണ്ടെങ്കിൽ നീന്തൽ വേഷം തന്നെ ഉപയോഗിച്ചാണ് നീന്തേണ്ടത്. അപ്പോൾ ഇവിടെ ബീച്ചിൻ്റെ ഓരത്ത് ഒരുപാട് മരങ്ങളിങ്ങനെ നിരനിരയായിട്ട് നിൽക്കുന്നുണ്ട്. ആ മരത്തണലിൽ കിടന്നുകൊണ്ട് ഇവർ അവിടേക്ക് വരുന്ന ആളുകളെയൊക്കെ ഇങ്ങനെ കാണുകയാണ്. ഒരുപാട് ഉക്രൈനികൾ ഇങ്ങനെ ഓടിക്കളിക്കുന്ന കാഴ്ച. അപ്പോൾ ഈ പ്രായം ചെന്ന വിദേശ ടൂറിസ്റ്റുകളെ കാണാൻ പ്രത്യേക ഒരു കാഴ്ച തന്നെയാണ് എന്നവർ പറയണം. അപ്പോൾ അങ്ങനെയാണ് അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എണ്ണ തേപ്പിച്ചു കൊടുക്കുന്ന വൃദ്ധ ദമ്പതിമാരെ ഈ അവസരത്തിൽ കാണിക്കുന്നത്. അപ്പോൾ ചപ്പാത്തിക്ക് മാവ് കുഴയ്ക്കുന്നത് പോലെ പടപടാന്ന് പറഞ്ഞിട്ട് ഈ ഭർത്താവിൻ്റെ ദേഹത്ത് സൺബ്ലോക്ക് തേച്ച് പിടിപ്പിക്കുകയാണ് ഈ വൃദ്ധയായിട്ടുള്ള സ്ത്രീ. അപ്പോൾ ഈ പുരുഷൻ, അതായത് ഈ വൃദ്ധനായിട്ടുള്ള ആൾ ഇവർ അനിതാ നായർ ഇങ്ങനെ നോക്കുന്നുണ്ട് എന്നറിയാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇടം കണ്ണിട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ അവർ ശ്രദ്ധിക്കുന്നില്ല, അല്ലെങ്കിൽ ഞാൻ ശ്രദ്ധിക്കുന്നില്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് ഉറങ്ങുന്നത് പോലെ അഭിനയിക്കുകയാണ് അനിതാ നായർ അപ്പോൾ ചെയ്തത്. അപ്പോൾ അദ്ദേഹത്തിന് അതുകൊണ്ട് തന്നെ ഭാര്യയുടെ ദേഹത്ത് കാലിലൊക്കെ ആ തൈലം പുരട്ടി കൊടുക്കാൻ വേണ്ടിയിട്ടൊരു ചെറിയൊരു ലജ്ജ ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് മണ്ണിൽ കുത്തിയിരുന്ന് കുനിഞ്ഞുകൊണ്ട് അവരുടെ കാലിൽ പുരട്ടി കൊടുക്കുകയാണ്. അപ്പോൾ ഇവരുള്ളത് കൊണ്ടൊരു ചമ്മലും അസ്വസ്ഥതയൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും പക്ഷെ അവരുടെ ഭാര്യ ഇതൊന്നും ഇല്ലാതെ, ഈ ചമ്മലും അസ്വസ്ഥതയും ഒന്നും ഇല്ലാതെ ഇങ്ങനെ ചെറപറ അദ്ദേഹത്തിന് തേച്ച് കൊടുത്തു. എന്നിട്ട് ഇവർക്ക് തേച്ച് കൊടുക്കുന്ന സമയത്ത് ഇങ്ങനെ ചെറപറ നിർത്താതെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. അവിടെയുള്ള ഒരു
ചെറിയിലിം ജെറീലിം എന്ന് പറയുന്ന ഒരാൾ, ചൈനീസ് വംശജനായിട്ടുള്ള ഒരാളാണ്. സുന്ദരനും സൗമ്യനുമായിട്ടുള്ളൊരു വ്യക്തി. അപ്പോൾ അദ്ദേഹം തന്നെയാണ് അവിടുത്തെ വെയിറ്ററും പരസ്യ ബോർഡും ആതിഥേയനും ഒക്കെ ആയിട്ട് ഒരു എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്ന ഒരാളായിട്ട് അവിടെ പ്രവർത്തിക്കുകയാണ്. അപ്പോൾ റെസ്റ്റോറൻറ്റിലേക്ക് വരുന്ന അതിഥികളെ സ്വീകരിക്കാനും ഹൈവേയിലെ യാത്രക്കാരെ ആകർഷിക്കുന്നതിനൊക്കെ വളരെയധികം സാമർഥ്യമുള്ള ഒരാൾ. അവിടെ വലിയൊരു ചെമ്മീൻ, അതായത് ലോബ്സ്റ്റർ എന്ന് പറയുന്ന ഒരിനം വലിയ ചെമ്മീൻ, അപ്പോൾ അത് വറുത്തെടുത്ത് അതിനെക്കുറിച്ചും അതുപോലെ തന്നെ വറുത്തെടുക്കുന്ന നത്തോലിയെക്കുറിച്ചുമൊക്കെ വളരെ വാചാലമായിട്ട് വിവരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിവരണത്തിൽ ഇവരുടെ ബന്ധുക്കളൊക്കെ ഇങ്ങനെ വീണു പോയിരിക്കുന്നു. അതിനുശേഷം അവർ 1-2 ബിയറൊക്കെ കഴിച്ചതിന് ശേഷം മറ്റൊരു റെസ്റ്റോറൻറ്റിലേക്ക് പോവുകയാണ് അനിത നായർ. അപ്പോൾ അടുത്ത റെസ്റ്റോറൻറ്റിലേക്ക് പോയ സമയത്ത് ഇവിടെ നല്ല വൃത്തിയുള്ള മേശകളും നല്ലൊരു കസേരകളും ഒക്കെ ആയിട്ട് നല്ല 3 വശവും തുറന്ന രീതിയിലുള്ളൊരു റെസ്റ്റോറൻറ്റിലേക്കാണ് പിന്നീട് അവർ പോകുന്നത്. അപ്പോൾ അവിടെ ചായ കുടിക്കാൻ പോയപ്പോൾ തന്നെ ആ റെസ്റ്റോറൻറ്റിൻ്റെ ഉടമ, ഷെഫ് കൂടിയാണ് അയാൾ, ഇവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്ന ടൂറിസ്റ്റ് ഭക്ഷണത്തിന് പകരം നല്ല ഒറിജിനൽ മലേഷ്യൻ ഭക്ഷണം തന്നെ ഉണ്ടാക്കിത്തരാമെന്ന് അയാൾ ഇവർക്ക് വാഗ്ദാനം ചെയ്യുകയാണ്. അങ്ങനെ മലേഷ്യയിൽ അവർ ചെലവിട്ട 2 ആഴ്ചക്കാലമാണ് അവിടെ ചെലവിട്ടത്. അപ്പോൾ അവർ കഴിച്ചതിൽ വെച്ച് ഏറ്റവും നല്ലൊരു ഭക്ഷണം ആ ഷെഫ് അവർക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണ്. അപ്പോൾ അവിടെ നല്ല എരിവുള്ള മാട്ടിറച്ചിയുടെ മൃദുവായ കഷ്ണങ്ങൾ കൊണ്ടുണ്ടാക്കിയ ബീഫ് റെൻഡാങ് എന്ന് പറയുന്ന വിഭവം, അതുപോലെ റൈസ് നൂഡിൽസ് ചേർത്ത് രുചിയുള്ള മത്സ്യ സൂപ്പ് കറി ലക്സ എന്നാണ് അതിൻ്റെ പേര്, അതുപോലെ ചുവന്ന മുളകും ഉള്ളി സോസും ചേർത്ത് തയ്യാറാക്കിയിട്ടുള്ള കൂന്തൽ കഷ്ണങ്ങൾ കലമാരി സാമ്പൽ എന്നാണ് അതിൻ്റെ പേര്. ഇങ്ങനെയുള്ള വിഭവങ്ങൾ, ഒപ്പം ചോറും, അതുപോലെ തന്നെ മധുരത്തിന് എർബാത്തൂർ കാമ്പൂർ എന്ന് പറയുന്ന ഒരു വിഭവവും കൂടി അവർക്ക് കൊടുക്കുകയാണ്. അപ്പോൾ അത് മലേഷ്യയുടെ തന്നെ സ്വന്തം മധുര പലഹാരമാണ് എർബാത്തൂർ കാമ്പൂർ, ABC എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ABC എന്ന് പറയുന്ന മധുരമുള്ള ആ വിഭവത്തെക്കാളും രുചികരമായിരുന്നു അവിടുത്തെ ചായ. ആ ചായയുടെ പേര് ടാറിക് ചായ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അത് നമ്മുടെ നാസാരന്ധ്രങ്ങളെയും രസനേന്ദ്രിയങ്ങളെയും ഒക്കെ നിറയ്ക്കുന്ന രീതിയിൽ നല്ലൊരു ചായയായിരുന്നു ടാറിക് ചായ എന്ന് പറയുന്നത്. പിറ്റേ ദിവസം അവർ ക്വാൻടണിൽ നിന്ന് 250 കിലോമീറ്റർ അകലെയുള്ള മെർസിങ്ങിലേക്ക് യാത്രയാണ്. അപ്പം നേരത്തെ പറഞ്ഞ പരിചയമുള്ളൊരു മിസ്റ്റർ നാൻ തന്നെയാണ് ഇവരുടെ ഡ്രൈവറായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ക്വാൻടണിലേക്ക് വന്ന സമയത്ത് നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നത്, സുഹൃത്തുക്കളെ കാണാനാണോ ബന്ധുക്കളെ കാണാനാണോ ബിസിനസ് ആവശ്യത്തിനാണോ എന്നൊക്കെ ചോദ്യങ്ങൾ ഉന്നയിച്ച അദ്ദേഹം തന്നെയായിരുന്നു ഇവരുടെ ഡ്രൈവർ. അപ്പം അദ്ദേഹത്തിൻ്റെ ചില നല്ല ആൾ തന്നെയാണെങ്കിലും അവിടുത്തെ മുഹമ്മദ് റാഫിക്ക് സമാനനായിട്ടുള്ള മലേഷ്യൻ ഗായകനായിട്ടുള്ള P. രാംലിയുടെ പാട്ടുകൾ, അതൊക്കെയാണ് അവർക്ക് സഹിക്കേണ്ടി വരുന്നത് ഈ യാത്രയിൽ. അല്ലാതെ അയാൾ നല്ലൊരു മനുഷ്യൻ തന്നെയായിരുന്നു ഈ മിസ്റ്റർ ഞാൻ എന്ന് പറയുന്ന വ്യക്തി, ഇവർക്ക് ഡ്രൈവറായി പോയ ആൾ. ഈ മെർസിങ് എന്ന് പറയുന്നത് ഒരു കടലോര പട്ടണമാണ്, വളരെ മനോഹരമായിട്ടുള്ള കടലോര പട്ടണമാണത്. അപ്പോൾ അവിടെ നിന്ന് മെർസിങ്ങിൽ നിന്ന് സ്പീഡ് ബോട്ടിൽ അവർ പുലാവോ ടിയോമാനിലേക്ക് പോവുകയാണ്. അപ്പോൾ ഒരു മലേഷ്യയുടെ കിഴക്കൻ തീരത്ത് കണ്ണുനീർത്തുള്ളിയുടെ ആകൃതിയുള്ള ഒരു ദ്വീപാണ് ഈ പുലാവോ ടിയോമാൻ എന്ന് പറയുന്നത്. അവിടുത്തെ ആദിമ നിവാസികളിൽ ഒരാളുടെ അരുമയായ ടിയോങ് പക്ഷി എന്ന് പറഞ്ഞാൽ മൈന, ആ പക്ഷിയിൽ നിന്നാണ് ദ്വീപിന് ആ പേര് കിട്ടിയതെന്നാണ് ഒരു കഥ. അതായത് ഈ പുലാവോ ടിയോമാൻ എന്ന് പറയുന്ന പേര് കിട്ടിയത് അവിടുത്തെ ടിയോങ് പക്ഷിയിൽ നിന്നാണ് എന്നാണ് പറയപ്പെടുന്നത്. പിന്നെ വേറൊരു കഥ കൂടിയുണ്ട്. ആ കഥ ചൈനയിൽ നിന്നുള്ള ഒരു മാന്ത്രിക വ്യാളി രാജകുമാരി സിംഗപ്പൂരിലെ തൻ്റെ രാജകുമാരെ കാണാൻ വേണ്ടി പോവുകയായിരുന്നു. അപ്പോൾ ഈ ടിയോമാൻ ദ്വീപിലെത്തിയ രാജകുമാരി അതിൻ്റെ ഭംഗിയിൽ ആകൃഷ്ടയായിട്ട് തുടർന്ന് അങ്ങോട്ടേക്കുള്ള യാത്ര വേണ്ടെന്ന് വെക്കുകയാണ് ഉണ്ടായിരുന്നത്. ഇവർക്കും ആ കാര്യം വളരെ അത്രയും മാസ്മരിക ഭംഗിയുള്ള ഒരു ദ്വീപാണ് അത്. അപ്പോൾ അവർ ഈ സ്പീഡ് ബോട്ടിൽ അവിടേക്ക് എത്തുന്ന സമയത്ത് ആ സത്യം അനിതാ നായർക്കും ബോധ്യമാവുകയാണ്. അത്രമാത്രം അതിശയകരം വിധം ആകർഷകമായിട്ടുള്ള ഒരു ദ്വീപായിരുന്നു ടിയോമാൻ.
സ്ഫടികം പോലെ തിളങ്ങുന്ന വെള്ളം, അതുപോലെ തന്നെ വെളുത്ത പഞ്ചാര മണൽ വിരിച്ച തീരം, മലഞ്ചെരിവുകളുടെ കാടുകൾ പിന്നെ കണ്ടാൽ ആ തീരത്തേക്ക് ഓടിയിറങ്ങാൻ മോഹിച്ചു നിൽക്കുകയാണ് എന്ന് തോന്നിപ്പോകും. അതുപോലെ 2 കൊടുമുടികൾ, ബാഡ്സിരാവോ അതുപോലെ തന്നെ നനൽസി മുകുട്ട് എന്ന വളരെ ഉയർന്നു നിൽക്കുന്ന 2 കൊടുമുടികൾ. ഇവിടെ അവർ അവിടെ താമസിക്കുന്ന സമയത്ത് ഒരാഴ്ചക്കാലത്തോളമായി മലേഷ്യൻ ഫുഡ് തന്നെയാണ് കഴിക്കുന്നത്. അപ്പോൾ തൻ്റെ പാചക സാമർഥ്യം ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് അവർ തീരുമാനിക്കുകയാണ്. അങ്ങനെ അവിടെ നിന്ന് ഒരു സ്റ്റോറിൽ നിന്ന് കിട്ടാവുന്ന സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് അവർ കുറച്ച് വിഭവങ്ങൾ അവിടെ വെച്ച് ഉണ്ടാക്കുകയാണ്. അപ്പോൾ എന്തിരുന്നാലും എന്ത് വിഭവമായാലും നമ്മുടെ വിശപ്പാണ് ഏറ്റവും അടിസ്ഥാനമായിട്ട് വരുന്നത്. അപ്പോൾ ആ വിശപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ഏത് ഭക്ഷണവും രുചികരമായിട്ട് അനുഭവപ്പെടുന്നത് എന്നിവിടെ അവർ അനുസ്മരിക്കുന്നു. അതുപോലെ അവിടുത്തെ സ്ഥലത്തിൻ്റെ പ്രത്യേകത പൂഴിമണ്ണിൽ കാല് പൂഴ്ത്തുക, അതാണ് അവിടുത്തെ ഏറ്റവും വലിയൊരു വിനോദം. മറ്റൊന്നും ചെയ്യേണ്ടതില്ലാത്ത ഒരു സ്ഥലമാണ് ഈ ടിയോമേൻ എന്ന് പറയുന്നത്. ഗൈഡ് ബുക്കുകളും അവർക്ക് അങ്ങനെ തന്നെയാണ്, വേറെ പ്രത്യേകിച്ചൊന്നും തന്നെ ഇല്ല. പൂഴിമണ്ണിൽ കാല് പൂഴ്ത്തുക എന്നതാണ് അവിടുത്തെ ഒരു വിനോദമായിട്ട് കണക്കാക്കുന്നത്. പിന്നീട് അവർ അവിടെ നിന്ന് മലേഷ്യയുടെ പടിഞ്ഞാറേ തീരത്തുള്ള മലാക്കയിലേക്ക് സിംഗപ്പൂർ വഴി യാത്രയാവുകയാണ്. അപ്പോൾ ടിയോമേനിൽ വിമാനത്താവളം ഉണ്ടായിരുന്നു, വിമാനമാർഗ്ഗം അവർക്ക് പോകാമായിരുന്നു. പക്ഷേ മറ്റൊരു രാജ്യത്തേക്ക് കപ്പലിൽ പോകുന്നതിൻ്റെ ഒരു സുഖം, അതൊരു പഴയ കാലത്തെ അനുസ്മരിപ്പിക്കുന്ന എന്തൊക്കെയുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ കപ്പലിലാണ് അവർ യാത്ര ചെയ്യുന്നത്. അപ്പോൾ മലേഷ്യയുടെ മലാക്കയിലേക്ക് ആണ് പോയതെന്ന് പറഞ്ഞു. അപ്പോൾ മലേഷ്യയുടെ ഒരു ചരിത്ര നഗരമാണ് മലാക്ക. 15-ാം നൂറ്റാണ്ടിലൊരു പ്രമുഖ തുറമുഖ നഗരമായിരുന്നു അത്. മലാക്കയുടെ പിറകിലേക്ക് ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരുപാട് നാടോടി കഥകളാൽ സമ്പന്നമായിട്ടുള്ളൊരു രാജ്യം കൂടിയാണ് അത്. അവിടുത്തെ ചന്തകളിൽ, മലാക്കയിലെ ചന്തകളിൽ 54ഓളം ഭാഷകൾ വരെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് തുറമുഖത്ത് നൂറുകണക്കിന് കപ്പലുകൾ നങ്കൂരമിട്ടിട്ടുണ്ടായിരുന്നു. ഒരു ആധുനിക നഗരത്തിൻ്റേതായിട്ടുള്ള എല്ലാ വേഷഭൂഷാദികളും ഈ മലാക്ക നഗരത്തിന് കാണാൻ വേണ്ടി കഴിയും. സംസ്കാര കുതികളായിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കാര്യങ്ങൾ മലാക്കയിൽ നിന്നും കണ്ടെത്താനുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ അതിനടുത്തുള്ള ഒരു എംപറർ ഹോട്ടൽ അവർ എത്തിച്ചേർന്നു. പിന്നെ അവിടുത്തെ അവർ മനസ്സിലാക്കുന്ന മറ്റൊരു കാര്യം, ഈ ചെറുനഗരങ്ങളിൽ വലിയ പേരുള്ള ഹോട്ടലുകളെ ഒഴിവാക്കിക്കൊണ്ട് താമസിക്കണം. അപ്പോൾ അങ്ങനെയുള്ള വലിയ വലിയ പേരുകളുള്ള ഹോട്ടലുകളിൽ കാപട്യമായിരിക്കും, അതായത് കിടക്കവിരികളും തലയണറുകളും അതൊക്കെ ഏതോ ഒരു കാലത്ത് ഉണ്ടായിട്ടില്ല, കഴുകാത്ത സാധനങ്ങളായിരിക്കുമെന്ന്, അതുപോലെ തന്നെ കെട്ട ഭക്ഷണത്തിൻ്റെ മണം തങ്ങി നിൽക്കുന്ന മുറികൾ, അതൊക്കെ ആയിരിക്കുമെന്ന് അവർ മനസ്സിലാക്കണം. അപ്പോൾ അങ്ങനെ അവിടം വിടാൻ വേണ്ടിയിട്ട് അവർ തീരുമാനിക്കുന്നു. അപ്പോൾ അവിടെ നിന്ന് ഈ എംപറർ ഹോട്ടലിൽ നിന്ന് മറ്റൊരു ബാബ ഹൗസിലേക്കാണ്, ചൈന ടൗണിൽ ഇടുങ്ങിയ തെരുവിലൂടെ നടന്ന് ജോങ്കർ തെരുവിലെത്തി. അപ്പോൾ അവിടെ ഒരു ബാബ ഹൗസ് എന്ന് പേരുള്ള കൊച്ചു ഹോട്ടലിൻ്റെ മുന്നിലാണ് അവരുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ അധികം ആഡംബരമൊന്നും ഇല്ലെങ്കിലും വൃത്തി, കാണാൻ നല്ല വൃത്തിയും നിരക്കും റേറ്റും താരതമ്യേന കുറവായിരുന്നു. വളരെ സുന്ദരമായിട്ട് വളരെ കാലങ്ങളായിട്ട് കാത്തു സൂക്ഷിക്കുന്നൊരു പൈതൃക ഗൃഹം പോലെ അവർക്കത് അനുഭവപ്പെടുകയാണ്. മലാക്കയിൽ കാണാൻ പലതുണ്ടെങ്കിലും അവിടുത്തെ ചൈനീസ് സംസ്കാരത്തിൽ ശ്രദ്ധയൂന്നാനായിരുന്നു അനിതാ നായർ തീരുമാനിച്ചത്. അങ്ങനെ അവർ ചെങ്ഹോൽ ടെങ്ങിൻ്റെ അമ്പലത്തിലേക്ക് നടന്നു പോകുന്നു. അപ്പോൾ ഒരു വളരെയധികം പ്രാചീനമായിട്ടുള്ള പഴക്കം ചെന്ന ഒരു ചൈനീസ് ദേവാലയമായിരുന്നു ഈ ചെങ്ഹോൽ ടെങ്. അപ്പോൾ ചൈനയിൽ നിന്ന് കൊണ്ടുവന്ന വസ്തുക്കൾ ഉപയോഗിച്ച് 1646 ഈ ദേവാലയം പണിതിരിക്കുന്നത്. ഒരുപാട് നല്ല മനോഹരമായിട്ടുള്ള കൊത്തുപണികളും മരപ്പണികളും ഒക്കെ കൊണ്ട് അലങ്കരിച്ച രീതിയിലാണ് ആ ക്ഷേത്രമുള്ളത്. അപ്പോൾ പലപ്പോഴും നമ്മുടെ ഈ ചൈനീസ് അമ്പലങ്ങൾക്ക് നമ്മുടെ ഹിന്ദു ക്ഷേത്രങ്ങളുടെ മായിട്ട് ചില ഇടങ്ങളിലൊക്കെ സാദൃശ്യം കാണാൻ വേണ്ടി കഴിയും. അകത്തേക്ക് കടക്കുന്ന സമയത്ത് തന്നെ ഈ ചന്ദനത്തിരിയുടെ സുഗന്ധം, അതുപോലെ തന്നെ ഒരുപാട് വഴിപാടുകൾ, പിന്നെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ദേവീദേവന്മാരുടെ വിഗ്രഹങ്ങൾ വ്യക്തമായി കാണാൻ സാധിക്കും. അത് ശ്രീകോവിലല്ല വെച്ചിരിക്കുന്നത്. ദൈവവും ഭക്തരും തമ്മിൽ വലിയ ദൂരമില്ല.
അതുപോലെ തന്നെ നീണ്ടു പോകുന്ന ക്യൂ ഒന്നും അവിടെ കാണാൻ വേണ്ടി കഴിയില്ല. അവിടെ നിന്ന് അവർ പിന്നീട് ചൈനീസ് പലചരക്ക് കടയുടെ നേരെയാണ് നടക്കുന്നത്. അവിടെ പലതരത്തിലുള്ള വിഭവങ്ങൾ, സാധനങ്ങൾ വിൽക്കുന്നുണ്ടായിരുന്നു. അവിടെ നിന്ന് അവരുടെ യാത്രയുടെ അവസാന ഘട്ടം കോലാലംപൂരിലേക്കാണ് അവർ പോകുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ മിസ്റ്റർ നാനിനെ പോലെ ആയിരുന്നില്ല ഇത്തവണത്തെ ഒരു ടാക്സി ഡ്രൈവർ. അധികം വിഡ്ഢിത്തങ്ങളും ഇല്ല, അധികം ഉരിയാട്ടവും ഇല്ല. അപ്പോൾ വണ്ടി വിടുന്ന സമയത്ത് അദ്ദേഹം 4 പാക്കറ്റ് ചുയിങ്കം എടുത്തിട്ട് എല്ലാവർക്കും ഓരോന്ന് നൽകുകയാണ്. അപ്പോൾ ഈ 120 കിലോമീറ്റർ വേഗത്തിൽ വണ്ടി കുതിക്കുന്ന സമയത്ത് ആകെയുള്ള ശബ്ദം എന്ന് പറയുന്നത് ഈ വായകൾ ഇങ്ങനെ നിർത്താതെ ചവയ്ക്കുന്നതിൻ്റെ ശബ്ദം മാത്രമായിരുന്നു. ഇപ്പോൾ കോലാലംപൂരിൽ ഒരു പസഫിക് റീജൻസി എന്ന് പറയുന്ന ഹോട്ടലിലായിരുന്നു അവർ താമസിച്ചിരുന്നത്. അവസാനത്തെ ദിവസം, അവസാന രാത്രി ഒരു വെള്ളിയാഴ്ച ദിവസമായിരുന്നു. അവിടെയുള്ള പെട്രോണാസ് ടവർ എല്ലാ ദീപങ്ങൾ കൊണ്ട് ഇങ്ങനെ അലങ്കരിച്ച രീതിയിലാണുള്ളത്. അപ്പോൾ ഇതിലും നല്ലതൊന്നും ഉണ്ടാക്കി കാട്ടിത്തരൂ എന്ന് ലോകത്തെ വെല്ലുവിളിക്കുന്ന രീതിയിലാണ് ആ ദീപസ്തംഭം അവിടെ കാണാൻ വേണ്ടി കഴിയുന്നത്. ഒരു 2020 ആകുമ്പോഴേക്കും പൂർണ്ണമായിട്ട് ഒരു വ്യവസായവൽകൃത രാഷ്ട്രമാകാൻ ശ്രമിക്കുന്ന ഒരു പ്രദേശത്തെയാണ് ഈ കോലാലംപൂരും വെച്ച് അവർക്ക് ആ രീതിയിലാണ് അതിനെ മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി അവർക്ക് കഴിഞ്ഞത്. അതേസമയം ഈ രാജ്യത്ത് റംസാൻ വ്രതം അനുഷ്ഠിക്കാത്തവരുടെ പേരുകൾ ഇങ്ങനെ റേഡിയോയിലൂടെ അനൗൺസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇടയ്ക്കിടെ കരഞ്ഞു എന്ന കുറ്റത്തിന് കൺമുമ്പിൽ വെച്ച് സ്വന്തം കുഞ്ഞിനെ കൊന്ന ഇന്ത്യൻ വംശജനും മയക്കുമരുന്ന് അടിമയുമായ ഭർത്താവിനെ കോടതിയിൽ വെച്ച് എല്ലാം ക്ഷമിച്ച് സ്വീകരിച്ച് ഇന്ത്യൻ വംശജയായ സ്ത്രീയും അടങ്ങുന്ന ഒരു സമൂഹമാണ് ഈ കോലാലംപൂരിൽ അല്ലെങ്കിൽ മലേഷ്യയിൽ ഉണ്ടായിരുന്നത്. അവിടെ സ്കൂൾ അധ്യാപകർക്ക് വിദേശയാത്ര നടത്തുന്നതിന് വിലക്കായിരുന്നു. അപ്പോൾ ഇംഗ്ലീഷ് ലിപിയിൽ എഴുതപ്പെടുന്ന ഒരു ഭാഷയാണ് അവിടെ നിലനിൽക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു സംസ്കാരം, ഇത്തരത്തിലുള്ളൊരു സംസ്കാരമാണ് അവിടെ കാണാൻ വേണ്ടി കഴിയുന്നത്. അപ്പം എന്നാലും ചുറ്റുമുള്ളതെല്ലാം കാണുന്ന കാഴ്ചകളൊക്കെ സുന്ദരവും മൃദുലവും ആയിരിക്കുമ്പോഴും ഇത്തരത്തിലുള്ള ദ്രോഹ ചിന്തകൾക്കൊന്നും തന്നെ മനസ്സിൽ സ്ഥാനം ഉണ്ടാകുകയില്ല. അപ്പോൾ നല്ല ദൃശ്യങ്ങളെ മാത്രം മനസ്സിലേക്ക് ആവാഹിച്ചുകൊണ്ട് അതിഗംഭീരമായിട്ടുള്ള കാടുകളും അതുപോലെ തന്നെ മനം മയക്കുന്ന കടലോരങ്ങളും കൊണ്ട് അനുഗ്രഹീതമായിട്ടുള്ളൊരു നാടായിരുന്നു മലേഷ്യ. അപ്പോൾ അതുപോലെ ലാളിത്യവും സൗഹാർദ്ദവും സ്നേഹവും കൈമുതലായിട്ടുള്ള ഒരു മനുഷ്യരുടെ നാടായിട്ട് മലേഷ്യയെ അനിത നായർ വിലയിരുത്തുകയാണ്.